ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ സിദ്വാഹ് ഓൺലൈൻ ബൊട്ടീക്ക് എന്നൊരു പുതിയ സെഗ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. ഇതിൽ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് ഈസി മെത്തേഡ്സുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡ്രസ്സിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബീഡ് വർക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് മൾട്ടി കളർ 2 ബീഡാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ്. പക്ഷെ നമുക്ക് കടകളിലൊക്കെ നല്ല വില കുറഞ്ഞിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ സാധാരണ നീഡിലും ത്രെഡും, സാധാരണ മെഷീൻ ത്രെഡാണ് എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ. പിന്നെ നീഡിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ബീഡ് കൊള്ളാവുന്ന നീഡിലാണോ എന്ന് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ്. ഫ്രെയിം പല സൈസിലും നമുക്ക് കിട്ടും. നമുക്ക് കംഫർട്ടായിട്ടുള്ള സൈസ് എടുക്കുക. ഞാൻ പൊതുവെ ഫ്രെയിം വെച്ചിട്ട് ചെയ്യാറില്ല. ബിഗിനേഴ്സിനും അതുപോലെ തന്നെ നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രെയിം വെക്കാവുന്നതാണ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അതിൻ്റെ ഓവർകോട്ടിൻ്റെ കോളറിൻ്റെ ഭാഗത്താണ് ഞാൻ ഈ ബീഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് തുന്നുന്ന രീതി നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലും നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. തുന്നാൻ അറിയാവുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. പക്ഷെ സൂചി നൂലും അത്ര ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും. അത്ര മെനക്കേടൊന്നും ഇല്ല. ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. സാധാരണ നമ്മൾ തുന്നുന്ന പോലെ തന്നെയാണ്. അതായത് മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് സൂചി മുകളിലേക്ക് എടുത്തിട്ട് അതിലൊരു ബീഡ് കൊടുക്കുക. പിന്നെ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് അതിൻ്റെ കുറച്ച് തൊട്ടടുത്തായിട്ട് സൂചി കുത്തിയിട്ട് താഴേക്ക് ഇറക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് തുന്നാൻ ശ്രദ്ധിക്കണം. അതാണ് ഈ ഒരു വർക്കിൻ്റെ മെയിൻ കാര്യം എന്നുള്ളത്. പിന്നെ സൂചി ഒരേ ദിശയിലായിട്ട് ഇങ്ങനെ തുന്നരുത്. അതായത് ഒരേ വരിക്ക് തുന്നി പോവാണ്ട് ഇങ്ങനെ തലങ്ങനെയും വിലങ്ങനെയൊക്കെ ആയിട്ട് തുന്നി പോവുക. പക്ഷെ അങ്ങനെ തുന്നുമ്പോൾ തന്നെ നമ്മൾ സ്പേസ് അധികം കാണാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. നന്നായിട്ട് അടുപ്പിച്ച് തുന്നണം. പിന്നെ ഈ വർക്കിന് കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കിപ്പോൾ നാളേക്ക് വേണ്ട ഒരു കോസ്റ്റ്യൂമിന് തലേന്ന് തുന്നാന്ന് വിചാരിച്ചാൽ അത്ര നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം കുറച്ചൊരു ടൈം എടുക്കും. കാരണം കുറച്ച് സ്പേസിലാണെങ്കിൽ നടക്കും. പക്ഷെ കുറച്ച് ഏറെ സ്പേസിൽ ചെയ്യാൻ വിചാരിച്ചാൽ ഇത് നടക്കുന്ന കാര്യമല്ല. പിന്നെ എളുപ്പപ്പണി പോലെ പെട്ടെന്ന് സ്പേസൊക്കെ അകലം വിട്ടിട്ട് ചെയ്യാൻ നോക്കിയാൽ കുറച്ചൊരു അഭംഗി നമുക്ക് തോന്നിക്കും. ഇതുപോലെ നല്ല അടുപ്പിച്ച് തുന്നാൻ നോക്കുക. ഇതേ കണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.